യാത്ര തുടരാം താതനൊപ്പം, യാത്ര തുടരാം താതനൊപ്പം. ഇവാനിയൻ ധ്യാനയാത്ര, പാദാനുയാത്ര. ഇവാനിയൻ പാദാനുയാത്രയിലൂടെ നമ്മുടെ സഭാസ്ഥാപകൻ്റെ ആത്മീയ ജീവിതത്തെയും കർമ്മ മേഖലകളെയും ദർശനങ്ങളെയും ചിന്തകളെയും നാം അനുസ്മരിക്കുകയാണല്ലോ. പിതാവിൻ്റെ ജീവിത പാതകളെ പിന്തുടർന്ന് നമ്മുടെ സമർപ്പിത ജീവിതത്തെയും നമ്മുടെ കർമ്മ മേഖലകളെയും നമുക്ക് ഒന്നുകൂടി പുനഃപ്രതിഷ്ഠിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവനു വേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകാം. ലെറ്റ് us go outside the camp. ഇവിടെ പാളയത്തിന് അകവും പാളയത്തിന് പുറവുമുണ്ട്. പാളയത്തിൻ്റെ അകം, ദ ഇൻസൈഡ് ദ ക്യാമ്പ്, അതൊരു സുരക്ഷിതമായ സ്ഥലമാണ്, എല്ലാവിധമായ സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റഡ് ആൻഡ് സെക്യൂർ പ്ലേസ്. എല്ലാവരും ഈ സ്ഥലത്ത് താമസിക്കാനായി ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്നാൽ നേരെ മറിച്ച് പാളയത്തിന് പുറത്ത്, ഔട്ട്സൈഡ് ദ ക്യാമ്പ്, ഇവിടെ വേദപുസ്തകത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു: ബലിയർപ്പിക്കുവാൻ കൊണ്ടുവന്ന മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ കത്തിച്ചു കളയുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലമാണ്. ഇറ്റ്സ് നോട്ട് എ പ്രൊട്ടക്റ്റഡ് ഓർ സെക്യൂർ പ്ലേസ്. സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, എല്ലാ മനുഷ്യരുടെയും ഉന്നമനത്തിനു വേണ്ടി പാളയത്തിൽ നിന്നും പുറത്തിറങ്ങിയ, സുരക്ഷിത സ്ഥലത്തു നിന്നും അരക്ഷിതമായ സ്ഥലത്തേക്ക് പുറപ്പെട്ട ഈ തിരുവചനത്തെ തൻ്റെ ജീവിതത്തിലൂടെ അന്വർത്ഥമാക്കിയ പിതാവിനെയാണ് നാം ഇന്ന് അനുസ്മരിക്കുക. ക്രിസ്തുവിൻ്റെ ധീരോത്തമായ ഈ ജീവിത രീതിയെ അനുകരിക്കുവാൻ നമ്മുടെ സമൂഹ സ്ഥാപകനായ മാർ ഇവാനിയോസ് തിരുമേനി പരിശ്രമിച്ചു. പ്രശസ്തമായ വിധത്തിൽ MA പഠനം പൂർത്തിയാക്കി തിരികെ വന്നപ്പോൾ MD സെമിനാരി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി തിരുമേനിക്ക് നിയമനം ലഭിക്കുകയാണ്. ആ സ്ഥാനവും പദവിയുമൊക്കെ ആ കാലഘട്ടത്തിൽ ആരും കരസ്ഥമാക്കുവാൻ കൊതിച്ചിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ്. MD സെമിനാരി പ്രിൻസിപ്പൽ സ്ഥാനം വേണ്ട എന്ന് വെച്ച് തൻ്റെ ഗുരുവും നാഥനുമായ ദിവന്നാസ്യോസ് മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ ആശീർവാദത്തോടെ, അനുഗ്രഹത്തോടെ സിറാംപൂർ കോളേജിൽ അധ്യാപകനായി പോകുവാൻ തീരുമാനിക്കുന്നു. ഗിരിദീപത്തിൽ പിതാവ് ഇപ്രകാരം പറയുന്നു: സിറാംപൂർ കോളേജിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ മലങ്കര സുറിയാനി സമുദായത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ദീപ്തിമത്തായി പ്രശോഭിച്ചിരുന്ന MD സെമിനാരിയെ കൈയൊഴിഞ്ഞു എന്ന് വേണം പറയുവാൻ. സുരക്ഷിതമായ ആ പാളയത്തിൽ നിന്നും പുറത്തോട്ട് പോകുന്നതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടമായിരുന്നു തൻ്റെ ജീവിതത്തിലേത്. സ്വാഭാവികമായും നാം സുരക്ഷിത മേഖലയിൽ നിൽക്കുമ്പോൾ അതിന് വിപരീതമായ ക്രിസ്തു കാണിച്ച വഴിയെ പിതാവ് സഞ്ചരിക്കുന്നു. സിറാംപൂർ കോളേജിൽ അധ്യാപകനായി ഇരുന്ന കാലത്ത് തൻ്റെ സ്വപ്നം തൻ്റെ സഭയെ, സമൂഹത്തെ വളർത്തുക എന്നുള്ളതായിരുന്നു. കൽക്കട്ടയിലെ താമസവും തനിക്ക് ലഭിക്കുന്ന ശമ്പളവുമൊക്കെ നോക്കിയാൽ സിറാംപൂർ കോളേജിൽ തന്നെ കഴിയേണ്ട ഒരു വ്യക്തിയായിരുന്നു മാർ ഇവാനിയോസ് തിരുമേനി. ഗിരിദീപത്തിൽ നാം തുടർന്നും ഇപ്രകാരം വായിക്കുന്നു: എങ്കിലും ആയുസ് മുഴുവനും സിറാംപൂർ കോളേജിൽ കഴിച്ചുകൂട്ടണമെന്ന ഉദ്ദേശമില്ലാത്തതിനാൽ സെമിനാരിയുമായുള്ള വേർപാട് തൽക്കാലത്തേക്ക് മാത്രമാണെന്ന് സമാധാനപ്പെടാവുന്നതാണ്. ശമ്പളം എന്ന രൂപത്തിൽ ഗണ്യമായ സംഖ്യ നമുക്ക് പ്രതിമാസം കിട്ടിപ്പോന്നിരുന്നുവല്ലോ. ഉത്തരക്കടലാസ് പരിശോധന വഴിയിൽ കിട്ടിയ സംഖ്യയും നിസ്സാരമായിരുന്നില്ല.
ഏതാണ്ട് 10,000 രൂപയിൽ കുറയാത്ത ഒരു സംഖ്യ അന്ന് തിരുമേനിക്ക് ലഭിച്ചിരുന്നു എന്നാണ് നമ്മൾ ഗിരിദീപത്തിൽ പിതാവിൻ്റെ ആത്മകഥയിൽ നമ്മൾ വായിക്കുക. ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായിരുന്നു സെറാംപൂർ കോളേജ്. എന്നാൽ തൻ്റെ നിയോഗം ഇതല്ല എന്ന് മനസ്സിലാക്കുകയും ഈ പാളയത്തിൽ നിന്നും പുറത്തോട്ട് വരുവാൻ ധീരമായ തീരുമാനം തിരുമേനി എടുക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകമെന്നും അറിയിക്കുക എന്ന ആത്യന്തികമായ ആഗ്രഹമായിരുന്നു പിതാവിൻ്റേത്. നാം പിന്നീടും വായിക്കുന്നുണ്ടല്ലോ, ഒരു മിഷനറി സമൂഹമല്ല, സന്യാസ സഭയാണ് ആവശ്യം എന്ന് തിരുമേനി മനസ്സിലാക്കുന്നു. അങ്ങനെ സന്യാസ സമൂഹങ്ങൾ തിരുമേനി സ്ഥാപിക്കുന്നു. ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട പിതാവിനെ നാം ഓർക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 1-ാം വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. സമൂഹ സ്ഥാപകൻ്റെ ആദർശങ്ങൾ, കാട്ടിത്തന്ന വഴിത്താരകൾ എന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കർമ്മമേഖലകളിൽ എന്നും വഴിവിളക്കായി തീരട്ടെ. പിതാവിൻ്റെ മാധ്യസ്ഥം എന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ.